ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ ആദ്യം തന്നെ ഇന്നത്തെ എപ്പിസോഡ് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലെങ്കിൽ ആകെ ടെൻഷനിലാണ്. കാരണം സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ അബിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഈശ്വര, ജാനകി തമ്പിയുടെ മകളാണല്ലോ. ഈ സത്യം അവൾ നാളൊരു സമയത്ത് അറിഞ്ഞാൽ ഒരിക്കലും അവൾക്ക് അത് അംഗീകരിക്കാനോ അത് ഒരിക്കലും അവൾക്ക് ആക്സെപ്റ്റ് ചെയ്യാനോ പറ്റാത്തൊരു കാര്യമാണല്ലോ. പക്ഷെ അവള് ഇത് എപ്പോഴേലും അറിയും എന്നൊക്കെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പൊ ജാനകി അബിയെടുത്ത് വരുന്നുണ്ട്. എന്താ അബിയേട്ടാ എന്ന് ചോദിക്കുമ്പോഴേക്കും അബി ജാനകിനെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുവാണ്. അബിയേട്ടൻ എന്താ എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നത്? അബിയേട്ടൻ എന്താ ആകെ അപ്സെറ്റ് ആയിട്ടിരിക്കണ? അബിയേട്ടാ അതുകൊണ്ട് മുഖത്തൊക്കെ തുടങ്ങും. മുഖമൊക്കെ നല്ല തണുത്ത് വിറച്ചിരിക്കാട്ടോ. എന്താ അബിയേട്ടാ നല്ല തണുത്ത് വിറച്ച് മുഖം ഇരിക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റി? അബിയേട്ടൻ അച്ഛന്റെ റൂമിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഇങ്ങനെ. എന്താ അബിയേട്ടാ, അച്ഛൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ അബിയേട്ടാ എന്നൊക്കെ പറയാണ്. ഒന്നുമില്ല ജാനകി, നീ എന്തിനാ ഇങ്ങനെ ക്വസ്റ്റിന്റെ മോളിൽ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയാണ്. അല്ലെ പിന്നെ പെട്ടെന്ന് അബിയേട്ടന് ഇത് എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. എനിക്കൊന്നുമില്ല, ഒരു പ്രശ്നവും ഇല്ല. ഞാനൊരു കാര്യങ്ങളൊക്കെ ആലോചിച്ചതാണ്. കാര്യങ്ങളോ? എന്ത് കാര്യങ്ങൾ? അത് ആ തമ്പി നിന്നെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അച്ഛനെ എഴുന്നേറ്റ് നിന്നിട്ട് അയാളെ മുഖത്ത് അടിക്കണമെന്നുണ്ടെന്ന്, പക്ഷെ പറ്റാത്തൊരു അവസ്ഥയാണല്ലോ. അതിനെക്കുറിച്ച് അച്ഛൻ പറയുമായിരുന്നു. അച്ഛനെ വല്ലാത്ത വിഷമമായി പോയി എന്ന് പറയുമ്പോ, ഓ അതാണോ? അത് സാരില്ല അബിയേട്ടാ എന്നൊക്കെ പറയാണ്. ശേഷം അബി റൂമിലേക്ക് വന്നിരിക്കുന്നുണ്ട്. അപ്പോഴും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അബിയെടുത്ത് പറയുന്നുണ്ട്, സത്യമായിട്ടും ഇത് തന്നെ ആലോചിച്ചിട്ടാണോ അബിയേട്ടന്റെ വിഷമം? എനിക്ക് തോന്നുന്നു ഇത് മാത്രമല്ല വേറെ എന്തോ പ്രശ്നം ഉള്ളതായിട്ടാ എനിക്ക് തോന്നുന്നത് എന്ന് ജാനകി പറയുമ്പോ, ഇല്ല ജാനകി, സത്യവും ഞാൻ പറഞ്ഞത്, വേറൊരു പ്രശ്നവും ഇല്ല. നിന്റെ തന്ത ആരാണ് എന്നയാൾ എടുത്തെടുത്ത് ചോദിച്ചപ്പോഴേക്കും തന്തയില്ല തള്ളയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എനിക്കും ശരിക്കും അടിക്കണം എന്നൊക്കെ തോന്നി. ഓ, അയാൾ ചോദിച്ചതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ചാ എന്റെ അച്ഛനമ്മയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ അബിയേട്ടാ. ചിലപ്പോ അവരെന്നെ ഉപേക്ഷിച്ചതായിരിക്കും. ചിലപ്പോ അവരുടെ എന്തെങ്കിലും ഉപേക്ഷിക്കാനുള്ള അവസ്ഥ വന്നതുകൊണ്ടേക്കും അവരെന്നെ ഉപേക്ഷിച്ചത്. ശരിക്കും പറഞ്ഞാൽ അവർ അനാഥത്വം എന്ന് പറഞ്ഞ വലിയൊരു കുറവ് തന്നെയാണ്. മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനും നമ്മളെ എന്താണ് വിഷമിപ്പിക്കാനും നമ്മളെ എപ്പോഴും നമ്മളെ ഒരു കുറവാണത്. ബലഹീനതയാണ്. നമുക്ക് ഈ ശരീരഭാഗങ്ങളൊക്കെ ഒരു മുറിവ് പറ്റുമ്പോഴോ അടർത്തി മാറ്റുമ്പോഴോ ഒരു കുറവില്ലേ, ആ സെയിം കുറവ് തന്നെയാണ് ഇതിനും ഉള്ളതെന്നൊക്കെ പറയണം. അപ്പൊ തമ്പിയുടെ ഇങ്ങനെ തമ്പി അച്ഛനെന്ന് പറഞ്ഞാൽ ഇവൾക്ക് ആകെ വിഷമമാവില്ല എന്നൊക്കെ അബി ഇങ്ങനെ ആലോചിക്കുകയാണ്. ശേഷം അബി പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും തമ്പിനെ പോലത്തെ ഒരു അച്ഛനാണ് നിനക്കെങ്കിലും നിന്റെ അമ്മയുടെ സ്വഭാവമായിരിക്കും നിനക്ക് കിട്ടിയത്. ചിലപ്പോ എനിക്ക് എന്റെ അമ്മയുടെ സ്വഭാവമായിരിക്കും കിട്ടിയത്. പക്ഷെ ആരാ അമ്മ അച്ഛൻ എനിക്ക് അറിയില്ലല്ലോ. ചിലപ്പോ എന്റെ അച്ഛൻ പാവമായിരിക്കും അബിയേട്ടാ. ചിലപ്പോ ഇതിന്റെ സാഹചര്യം കൊണ്ട് എന്നെ ഉപേക്ഷിക്കേണ്ടതായിരിക്കും. ചിലപ്പോ എന്റെ അച്ഛൻ തന്നെയായിരിക്കും ഓർഫനേജിൽ കൊണ്ടാക്കിയത് അല്ലേ? ആയിരിക്കാം എന്നൊക്കെ അബി പറയാണ്. ശേഷം അബി ജാനകിനെ തോളോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. ശേഷം അബി ആലോചിക്കുകയാണ്, ഈശ്വര, എങ്ങനെ തമ്പിയാണ് ഇവളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇവള് പൊട്ടിത്തെറിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാട്ടോ. അപ്പോഴാണ് അപ്പുറത്തെ റൂമിൽ ഭയങ്കര ഒച്ചയും ബഹളം. നമ്മുടെ അമലാണെങ്കിൽ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞേനെ, നീ ഇപ്പൊ പോയിട്ട് ചേട്ടനോട് മേട്ടത്തിട്ട് സോറി പറഞ്ഞാലേ ഞാൻ ഈ വീട്ടിൽ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഈ വീട്ടിൽ തന്നെ ഇറങ്ങി പോകും. നിനക്ക് വേണമെങ്കിൽ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കാം എന്റെ ഭാര്യ സ്ഥാനമാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഈ വീട്ടിൽ ഈ അമൽ ഉണ്ടാവില്ല. ഇത് അമലിന്റെ ഉറച്ച തീരുമാനമാണ്. നീ മാപ്പ് പറയുന്നുണ്ടോ? ഇല്ല, ഞാൻ മാപ്പ് പറയില്ല. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ചിട്ട് പറഞ്ഞൊന്നല്ല, എന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഉള്ള കാര്യങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോ, നീ അപ്പൊ തെറ്റിദ്ധരുത്താൻ നിനക്ക് ഇതൊന്നും ഇല്ലല്ലേ? ഇല്ല, തെറ്റിദ്ധരുത്തേണ്ട കാര്യം എന്താണ്? ഞാൻ പറഞ്ഞത് ഉള്ള കാര്യങ്ങൾ തന്നെയല്ലേ. ആ ജാനകിയുടെ അമ്മ അച്ഛനാണെന്ന് അറിയില്ലോ. അപ്പൊ അതന്നെയല്ലേ ഞങ്ങൾ പറഞ്ഞത്. എന്റെ അച്ഛനും ഞാനും അതന്നെയല്ലേ പറഞ്ഞത്. എടി, അപ്പൊ നീ പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണല്ലേ? അതെ, പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാ. ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. അതിന് അമലിന് എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോ, അന്നാ നീ നോക്കിക്കോ, ഞാൻ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും അമൽ എന്ന് പറയുമ്പോ, നീ ഇവിടെ വാടി എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞിട്ട് ഇവിടെ നിന്നാ മതി എന്നൊക്കെ പറ്റാം. അവരുടെ കൈ പിടിച്ചിട്ട് പോവാട്ടെ. അപ്പൊ ഒച്ചയും ബഹളം കേൾക്കുമ്പോ അബി വാതിൽ തുറക്കുന്നുണ്ട്. എന്താ ഒരു ബഹളം ചോദിക്കുമ്പോ അപർണ പറയണ്ട, അതെ നിങ്ങളുടെ പൊന്നാരനെ ഈ പാദയാത്ര തന്നെ ഞാൻ നിങ്ങൾക്ക് മാപ്പ് പറയണോന്ന്, എങ്കിൽ മാത്രമേ വീട്ടിൽ നിൽക്കുള്ളൂന്ന്, അല്ലെങ്കിൽ ഇയാൾ ഇറങ്ങി പോവാൻ പോണെന്നാ പറയണത്. എടാ അമലെ, നീ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇവളെന്റെ അനിയത്തിയല്ലേടാ. ഇതേ നോക്കാ പറഞ്ഞേ, നിനക്ക് ഇവളുടെ മുഖത്ത് നോക്കി തന്റെ ആരാന്ന് ചോദിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് എന്ന് പറയുമ്പോ ജാനകി ആകെ ഞെട്ടുവാട്ടോ. അതിനുശേഷം അബി പറയണ്ടേ, അങ്ങനെ നീ എപ്പോഴും ഇവളോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. പക്ഷെ അവസാനം നിനക്ക് അതിന് ഉത്തരം കിട്ടും. അതുവരെ നീ ചോദിച്ചുകൊണ്ടേ ഇരുന്നു കേട്ടോ. പിന്നെ നീ എന്റെ അനിയത്തിയാണ്, നീ എന്ത് ചെയ്താലും ഞാൻ ക്ഷമിക്കും. അമലെ കേട്ടല്ലോ, ഇവളെ വിളിച്ചോണ്ട് അകത്തേക്ക് പോയി സുഖമായിട്ട് കിടന്നുറങ്ങ്. ഈ അഭിയേട്ടന് എന്തൊക്കെയാ പറ്റിയതെന്ന് അമല ആലോചിക്കുമ്പോ, എടാ ഞാൻ കാര്യത്തിലാ പറഞ്ഞത്, പൊയ്ക്കോ. അപ്പൊ അപർണക്ക് ഒരു ടെൻഷൻ, ഇതെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അപർണിട്ട് അവിടെ നിന്ന് നേരെ പോവാണ്. ജാനകി ചോദിക്കണ്ടേ, എന്താ അഭിയേട്ടാ? അഭിയേട്ടനെ പെട്ടെന്ന് അവളോടൊരു ഇഷ്ടക്കൂടുതൽ പോലെ. അത് ശരിയോട് ഞാൻ പറഞ്ഞു, അവളെന്റെ അനിയത്തിയല്ലേ. ഓ, നേരത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോ അനിയത്തി എന്നത് ആലോചിച്ചില്ലേ? അപ്പൊ അതൊന്നൊന്നുമില്ല, താൻ അകത്തേക്ക് വന്നേന്ന് പറഞ്ഞിട്ട് ജാനകിനെ വിളിച്ചോണ്ട് പോവുകയാണ്. ശേഷം അപർണ ഈ കാര്യം തമ്പിയെടുത്ത് പറയണ്ട, അച്ഛാ അബിക്ക് പെട്ടെന്ന് ഒരു മനം മാറ്റം, എന്നോട് ഭയങ്കര സ്നേഹമുള്ള പോലെ, എന്തോ അനിയത്തിയാണെന്നോ മാങ്ങയാണെന്നോ തേങ്ങയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതവനെ മനസ്സിലായി കാണുമായിരിക്കും. തമ്പിയും തമ്പിയുടെ മോൾ ആരാന്ന് അവനെ മനസ്സിലായി കാണും. അതുകൊണ്ടാ. അതൊന്നല്ല അച്ഛാ, അയാളെ മനസ്സിൽ വേറെ എന്തോ ഒരു കാര്യമുണ്ട്, പക്ഷെ അതെന്തോ അത് മനസ്സിലാവണില്ല എന്നൊക്കെ പറയാട്ടോ. ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെ തന്നെ കാണിക്കുള്ളൂ. അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്നത് വരാൻ പോകുന്ന ഭാഗമാണ്. ഇതിന്റെ റീമേക്കിലെ ഭാഗവും നാളത്തെ പ്രൊമോയുടെ ഭാഗവും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ പറയണത്. അപ്പൊ നാളത്തെ പ്രൊമോയിലാണെന്നുണ്ടെങ്കിൽ അബി
അബിയാണെങ്കിൽ തമ്പിനെ പോയി കാണുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് തനിക്ക് ഒരു 26 വർഷം മുമ്പ് ഒരു പെണ്ണിനെ ഓർമ്മയുണ്ടാടോ? പെണ്ണിനെയോ? ഏത് പെണ്ണിനാ? ഓ, തനിക്ക് ഓർമ്മയില്ലേ രാധാമണി വാര്യരെ? തനിക്ക് ഓർമ്മയില്ലേടോ എന്ന് ചോദിക്കാണ്. അത് കേട്ടത് തമ്പി ഒന്ന് ഞെട്ടിപ്പോട്ടോ. അബി ചോദിക്കുന്നുണ്ട്, എന്താ തനിക്ക് ഓർമ്മയില്ലേ? എടോ, താൻ ഓഫീസിന്റെ മറവിൽ ആ പെണ്ണ് എന്തുമാത്രം പീഡിപ്പിച്ചിട്ടാടോ കൈവിട്ടത്. അവസാനം ആ പെണ്ണിനെ ഒരു ഗർഭിണിയായപ്പോ താൻ കൈ ഒഴിഞ്ഞും ചെയ്ത് പണക്കാരിയെ വസുന്ധരയുടെ ആലോചന വന്നപ്പോ താൻ വസുന്ധരനെ കല്യാണം കഴിച്ചു. തനിക്ക് അറിയണ്ടോ രാധാമണി ഇപ്പൊ എവിടെയാണെന്ന്? രാധാമണിയോ? എനിക്ക് അവരൊന്നും അറിയില്ല. ഓഹോ, തനിക്ക് അറിയില്ലല്ലേ? അവിടെ തന്റെ കൂടെ അന്ന് ഓഫീസിൽ വർക്ക് ചെയ്ത് എല്ലാവർക്കും ഈ സംഭവം അറിയാം. എന്റെ അച്ഛനെ അറിയാം, അതുപോലെ തന്നെ സക്കീർ ഹുസൈനെ അറിയാം, അവിടെയുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ താനൊരു കാര്യം മറന്നോ? അപ്പത്തെ കാലത്ത് ക്യാമറയൊന്നും ഇല്ലാത്തതുകൊണ്ട് താൻ ആ സമയത്ത് രക്ഷപ്പെട്ടു. പക്ഷേ ഉണ്ടല്ലോടോ, ആ പെണ്ണ് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പെണ്ണിനെ താൻ അന്ന് നശിപ്പിച്ചല്ലേടോ? അതിന് ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞുണ്ടെങ്കിൽ തന്റെ മകളാത്, അതായത് അപർണയല്ല തന്റെ മൂത്ത മകള്, അപർണനേക്കാളും മൂത്ത ഒരാളുണ്ടെന്ന് താൻ ആലോചിച്ചോ? ചിലപ്പോ അത് മകളായിരിക്കാം, മകനായിരിക്കാം. എന്തായാലും എന്റെ അന്വേഷണം ഇന്ന് അതിലേക്കാടോ. രാധാമണിനെ കൊണ്ടുവന്ന് തന്റെ മുന്നിൽ ഞാൻ നിർത്തും, താൻ നോക്കിക്കോ. അത് കേൾക്കുമ്പോ തമ്പി ഒന്ന് വിറക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അബി അന്വേഷണം തുടങ്ങുവാണ്. രാധാമണി എവിടെയാണ്? രാധാമണി അന്ന് പ്രസവം കഴിഞ്ഞ് 5ാമത്തെ ദിവസം ഓടിപ്പോയത് എവിടേക്കാണ്? തലക്ക് വട്ടായിട്ട് ഓടിപ്പോയതാണ്. അവർ എവിടേക്കാണ് പോയത്? അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് നമ്മുടെ അബി. അപ്പൊ അതിനുവേണ്ടി 2-3 പേര് ഏർപ്പാടാക്കുന്നുണ്ട്. രഹസ്യമായിട്ട് വേണം അന്വേഷിക്കാൻ. അന്ന് ആ ഓർഫനേജിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അന്ന് പ്രസവിച്ച ഹോസ്പിറ്റലിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? എവിടെയൊക്കെ ഉണ്ടായിരുന്നു? അപ്പൊ ഇവര് എവിടെയൊക്കെ പോകാനാണ് ചാൻസ്? ഏതെങ്കിലും ഭ്രാന്താശുപത്രി അതുപോലെ തന്നെ മെന്റൽ ഹോസ്പിറ്റലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഈ രാധാമണി എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പറയണം. അപ്പൊ അങ്ങനെ അന്വേഷണമൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാധാമണി എങ്ങനെയാ ഇരിക്കുന്നത്, അവരുടെ മുഖച്ഛായ എങ്ങനെയാണെന്നൊക്കെ നമ്മുടെ അബിയാണെന്നുണ്ടെങ്കിൽ സൂര്യയോട് ചോദിക്കണം. അപ്പൊ സൂര്യ ഇങ്ങനെ ഒരു രേഖാചിത്രം പോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപടി നമ്മുടെ ആൾക്കാർ വരച്ചെടുക്കുന്നുണ്ട് ഈ ഒരു പെണ്ണിന്റെ രൂപം. ശേഷം അബി ചോദിക്കുന്നു, അച്ഛാ ഇതുപോലെയാണ് രാധാമണി ഇരിക്കണേന്ന് ചോദിക്കുമ്പോൾ അതെ ഇതുപോലെ തന്നെ ഒരു പാവം പെണ്ണായിരുന്നു, ഒരു 18 വയസ്സുള്ള പാവ പെണ്ണ്, ഒരു പാവാട ബ്ലൗസ് ഇട്ടിട്ട് ഒരു പാവം കൊച്ചു പെണ്ണായിരുന്നു അവൾ എന്നൊക്കെ പറയാണ്. പെട്ടെന്ന് എല്ലാവരെയും വിശ്വസിക്കുകയും ചെയ്യും. പെട്ടെന്ന് വിഷമം വരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു, ഒരു അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പ്. നമ്മുടെ ജാനകിയുടെ സെയിം സ്വഭാവം തന്നെയായിരുന്നു അവൾക്ക്. ഏകദേശം ജാനകിയുടെ രൂപമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറയാണ്. ഓഹോ, അപ്പൊ അങ്ങനെയാണ് ജാനകിയുടെ രൂപമുള്ള പെണ്ണാണല്ലേ? ശരി അച്ഛാ, എന്താ നീ ഇങ്ങനെയൊക്കെ ചോദിച്ചത്? ഒന്നുമില്ല, എങ്ങനെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ അറിയണ്ടേ? സത്യം പറ മോനെ, നീ അവളെ കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങുവാണോ? എങ്കിൽ നീ സൂക്ഷിക്കണം. തമ്പി എങ്ങാനും അവള് ജീവനോട് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വെറുതെ വിടില്ല, ഇതിനേക്കാളും ശത്രുതയായിരിക്കും. ഇല്ല അച്ഛാ, ഞാൻ അന്വേഷണം തുടങ്ങണമെന്നില്ല, പക്ഷെ ഒന്ന് അറിഞ്ഞിരിക്കാലോ, അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ അബി അന്വേഷണം ഇങ്ങനെ തുടങ്ങുവാട്ടോ. തുടങ്ങി എന്തായാലും അബി ആ പെണ്ണിനെ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ അതിനു മുമ്പ് തമ്പി കണ്ടുപിടിക്കോ എന്നുള്ളതാണ് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വന്നിരിക്കുന്നത്. കാരണം തമ്പി അടുത്താണ് അബി ആദ്യം പോയി പറഞ്ഞിരിക്കുന്നത് രാധാമണിനെ അറിയുമെന്ന്. അതുകൊണ്ട് തന്നെ തമ്പി ഈ ഒരു കാര്യം അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ രണ്ടുപേരും അന്വേഷിച്ച് അവസാനം രാധാമണിനെ കണ്ടെത്തും. ആ ഒരു ഭാഗമാണ് നമുക്ക് ഇനിയുള്ള ഭാഗങ്ങളിൽ കാണാൻ പോണത്. അപ്പൊ ഈ അടുത്ത് ആ പെണ്ണ് വരും കേട്ടോ. കാരണം അടുത്തതിന് സൂര്യയുടെ മരണ വാർത്തയാണ് അറിയാൻ പോണത്. അതിനുശേഷം അബി ഒന്ന് റെസ്റ്റ് എടുക്കും. കാരണം വെച്ചാല് അച്ഛൻ മരിച്ചുകൊണ്ട് ആ ഒരു അന്വേഷണവും കാര്യങ്ങളൊക്കെ നിർത്തിവെക്കും. പക്ഷെ അതിനുശേഷം അബി അന്വേഷണം തുടങ്ങും, ആരാണ് ജാനകിയുടെ അമ്മ എന്നുള്ള കാര്യം. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.